നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു അമലാണ് വുളു എടുക്കുക എന്നുള്ളത്. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുളു എങ്ങനെ എടുക്കേണ്ടത്, വുളു മുറിയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. എന്നാൽ ഇവിടെ പറയുന്നത് നിത്യമായി നമ്മൾ വുളു ഉള്ളവരാണെങ്കിൽ കിട്ടുന്ന 11 പ്രതിഫലങ്ങളാണ്. നമ്മൾ ആരും കേൾക്കാത്ത, എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ 11 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം, നമുക്ക് മനസ്സിലാക്കാം. പല ആളുകൾക്കും മടിയാണ്. ഉസ്താദ്, ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്നുണ്ടല്ലോ, നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ വുളു പോകും, ചിലപ്പോൾ മൂത്രമൊഴിക്കും, ചിലപ്പോൾ ഞങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും, ആ സമയത്ത് വുളു മുറിയും, പിന്നെയും വുളു എടുക്കണോ? പിന്നെ ഇപ്പോൾ ലുഹറിനെടുത്ത വുളു, അത് ലുഹർ നിസ്കാരം കഴിഞ്ഞ് മൂത്രം ഒഴിച്ചപ്പോൾ വുളു പോയി, പിന്നെ ഞങ്ങൾ അസറിന് വുളു എടുത്താൽ പോരെ, പിന്നെ അതിൻ്റെ ഇടയിൽ വുളു എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. നമുക്ക് നിർബന്ധമായത് അങ്ങനെയാണ്, ഓരോ നിസ്കാരത്തിനും നമുക്ക് വുളു എടുത്താൽ മതി. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓരോ നിസ്കാരത്തിനും അതല്ലാത്ത സമയത്തും വുളു എടുക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹ് കൊടുക്കുന്ന 11 പ്രതിഫലങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെ എല്ലാവരുടെയും നമ്മുടെയും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മദ്രസ തൊട്ടേ പരിചയമുള്ള വാക്കാണ് വുളു എന്നുള്ളത്. നമ്മളെല്ലാവരും നിത്യമായ ജീവിതത്തിൽ ഇന്നും നമ്മൾ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി വുളു എടുത്തവരാണ്. ഇനി ളുഹർ നമസ്കാരം, അസർ, മഗ്രിബ്, ഇശാ, അതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ വുളു എടുക്കുന്നവരാണ്. ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ വുളു എടുക്കുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മൾ മദ്രസ തൊട്ട് പഠിച്ചിട്ടുണ്ട്. ജനാബത്തുകാരനായാൽ അവൻ ആ ജനാബത്ത് നിന്നും ശുദ്ധിയാവാൻ, ജനാബത്ത് ഉയർന്നു പോവാൻ, ശുദ്ധിയാവാൻ അവൻ കുളിക്കുകയാണ് വേണ്ടത്. എന്നാൽ വുളു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ, അതായത് കീഴ്വായു പോവുക, അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക, അതുപോലെ കയ്യിൻ്റെ ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് സ്പർശിക്കുക, അതുപോലുള്ള പ്രക്രിയകൾ കൊണ്ട് വുളു മുറിയുന്നതാണ്. അങ്ങനെ ചെറിയ അശുദ്ധിക്കാരനായാൽ ആ അശുദ്ധി ഉയരാൻ വേണ്ടി, അശുദ്ധി മാറാൻ വേണ്ടി അവൻ എന്താ ചെയ്യേണ്ടത്? വുളു ചെയ്യലാണ് വേണ്ടത്. ഈ വുളു ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വുളു ചെയ്യാറുണ്ട്, ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി വുളു ചെയ്യുന്നു. അതുപോലെ തൊവാഫ് ചെയ്യാൻ വുളു വേണമെന്നാണ്. നമ്മൾ കഅബയെ തൊവാഫ് ചെയ്യുമ്പോൾ വുളു അവിടെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഖുർആൻ സ്പർശിക്കാൻ, ഖുർആൻ എടുക്കാൻ വുളു ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിർബന്ധമാണ്. അപ്പോൾ സാധാരണ നമ്മൾ വുളു എടുക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് നിസ്കാരം ഉണ്ട് എങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ വുളു എടുക്കുന്നു. അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആരും വുളു അങ്ങനെ എടുക്കാറില്ല. നമുക്ക് മടിയാണ്. എന്തിനാ ഇപ്പോൾ വുളു എടുക്കുന്നത്? വെറുതെ വുളു എടുത്തിട്ട് എന്തിനാ? ഏതായാലും ഇപ്പോൾ നിസ്കരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നില്ലല്ലോ, തൊവാഫ് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ വുളു എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. ഇവിടെയാണ് മഹാന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ നിത്യമായി വുളു കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ, അതായത് വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ ഉടൻ തന്നെ അവൻ പോയി വുളു എടുക്കുന്നു, അവൻ വുളു എടുക്കുന്നു. അതുപോലെ നിസ്കാരത്തിന് ശേഷം ആ വുളുവോടുകൂടി അവൻ നിസ്കരിക്കും. ആ നിസ്കാരത്തിന് ശേഷം ആ വുളു മുറിയാതെ അവൻ സംരക്ഷിക്കുന്നു. ഇങ്ങനെ നിത്യമായി വുളു കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് 11 പ്രതിഫലങ്ങളാണ്. അത്ഭുതപ്പെടുത്തുന്ന 11 പ്രതിഫലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഒരു മനുഷ്യൻ വുളു നിത്യമാക്കിയാൽ, വുളു നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 2 രൂപത്തിലാണ്. ഒന്ന്, അവൻ എടുത്ത വുളു, ഇപ്പോൾ ളുഹർ നിസ്കാരത്തിന് വേണ്ടി അവൻ വുളു എടുത്തു. ആ ളുഹർ നിസ്കാരത്തിന് വേണ്ടി എടുത്ത വുളു അത് ളുഹർ നിസ്കാരം കഴിഞ്ഞാലും അത് മുറിയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. അതിൻ്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ, മലമൂത്ര വിസർജനത്തിന് തോന്നിയാൽ അത് പോകുന്നു. പക്ഷേ ആ വുളു അവിടെ മുറിഞ്ഞാലും അവൻ രണ്ടാമത് വീണ്ടും വുളു എടുത്ത് ആ വുളു ഇങ്ങനെ നിത്യമായി കൊണ്ടുപോകുന്നവനാണ്.
വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യമുണ്ടായാൽ വീണ്ടും അവൻ വുളു എടുക്കുന്നു. അങ്ങനെ 24 മണിക്കൂറും വുളുവോടുകൂടി നടക്കുന്നു. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും ഉസ്താദെ? ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഉറങ്ങുന്നതിന് മുമ്പും അവൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും വുളു എടുത്തിട്ട് കിടക്കുന്നവനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് സദാസമയം വുളുവോടുകൂടിയാണ് അവൻ്റെ ജീവിതമെങ്കിൽ 11 പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വുളു എടുത്തു, ഫഗസല വജ്ഹഹു, അവൻ്റെ മുഖം അവൻ കഴുകി, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി, അവൻ കണ്ണുകൊണ്ട് എന്തെല്ലാം ഹറാമുകൾ കണ്ടിട്ടുണ്ടോ ആ ഹറാമുകൾ മുഴുവനും അവൻ വുളു എടുക്കുന്ന സമയത്ത്, ആ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ ആ താടി രോമങ്ങളിലൂടെ അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളത്തിലൂടെ അവൻ കണ്ണുകൊണ്ട് കണ്ട, മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു ഒഴുക്കിക്കളയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് മുഖം കൊണ്ട് ചെയ്ത പാപം, കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ്. വീണ്ടും ആ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ വുളു എടുക്കുന്ന സമയത്ത് കൈകൾ കഴുകുന്നു, കൈകൾ കഴുകുന്ന സമയത്ത് കൈകൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. അവൻ കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്ന, അതായത് പാപങ്ങളിലേക്ക് അവൻ നടന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്. തീർന്നില്ല, വീണ്ടും നബി തങ്ങൾ പറയുന്നു, മൻ തവല്ലഅ, ഒരു മനുഷ്യൻ വുളു എടുത്തു, ഫഅഹ്സനൽ വുളുഅ, ആ വുളുഇനെ അവൻ നന്നാക്കി. എന്താ ഈ വുളുഇനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ? വുളുഇന്റെ സുന്നത്തും ഫർളും അതുപോലെ തന്നെ ഷർത്തും എല്ലാം അവൻ കൃത്യമായി എടുത്തവനാണ്. എന്നിട്ടോ ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി, ആ മനുഷ്യൻ അങ്ങനെ വുളു നല്ലതുപോലെ എടുക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ, ശരീരത്തിലുള്ള പാപങ്ങൾ അല്ലാഹു തആല അവനിക്ക് പുറത്തു നൽകുന്നതാണ്. ഹത്താ തഖ്റുജ മിൻ തഹ്തി അളുഫാരി, അവൻ്റെ നഖത്തിൻ്റെ താഴ്ഭാഗത്തുള്ള പാപങ്ങൾ പോലും അല്ലാഹു തആല അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു പ്രാവശ്യം വുളു എടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. ഇങ്ങനെയാണെങ്കിൽ ദിവസം മുഴുവനും വുളുവോടുകൂടി കഴിയുന്ന ഒരു മനുഷ്യന് എത്രമാത്രം പ്രതിഫലങ്ങളായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇനിസ്തതഅത, നിനക്ക് കഴിവായാൽ, അൻ തകൂന അബദൻ അലാ വുളൂ നിത്യമായി കൊണ്ടുപോവാൻ, അതായത് വുളു മുറിഞ്ഞാൽ വീണ്ടും അവൻ വുളു എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് നമ്മളൊന്ന് മൂത്രമൊഴിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൈ കഴുകാൻ വേണ്ടി വരുമല്ലോ, ഒന്ന് കൈ കഴുകൂലേ, സോപ്പിട്ടൊക്കെ ഒന്ന് കൈ കഴുകൂലേ, ആ സമയത്ത് എന്ത് ചെയ്യുക? ഒന്ന് വുളു എടുക്കുക. ഒരു 1-2 മിനിറ്റ് മാത്രമല്ല അവിടെ നമുക്ക് നഷ്ടമാവില്ല, നമുക്ക് ചെലവഴിക്കേണ്ടി വരുള്ളൂ. ആ വുളു എടുക്കുന്നത് 1-2 മിനിറ്റ് മാത്രം, നല്ലതുപോലെ ഒന്ന് വുളു എടുക്കുക. അങ്ങനെ വുളു മുറിയുന്ന സമയത്ത് വീണ്ടും അവൻ വുളു എടുക്കുന്നു. അങ്ങനെ നിനക്ക് വുളു നിത്യമായി കൊണ്ടുപോവാൻ സാധിച്ചാൽ ഫഫ്അൽ, നീ അങ്ങനെ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ ഫഇന്നൽ മലക്കൽ മൗത്ത്, നിശ്ചയമായും മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ വരുമ്പോൾ, നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിന്റെ അടുക്കൽ വരുമ്പോൾ, അവൻ ആ മലക്കുൽ മൗത്ത് ആ മനുഷ്യൻ്റെ അടുക്കൽ നിന്നും റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണ്? കുതിബ ലഹു ഷഹാദ, ഒരു ഷഹീദിൻ്റെ റൂഹിനെ പിടിക്കുന്നത് പോലെയാണ്. അവന് അല്ലാഹു തആല ഷഹീദിൻ്റെ പ്രതിഫലമാണ് നൽകുക. വുളൂഓടുകൂടി മരിച്ച മനുഷ്യന് ഷഹീദിൻ്റെ കൂലിയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വെറുതെ എന്തിനാ ഷഹീദിൻ്റെ കൂലി കളയണേ? നമ്മൾ യുദ്ധത്തിന് പോവണ്ട, വാളെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, ശത്രുവിൻ്റെ മുന്നിലൊന്നും പോവണ്ട. എന്ത് ചെയ്താലും മതി, വുളു പോകുമ്പോൾ ഒന്ന് വുളു എടുക്കുക. നിസ്കാരത്തിനടുത്ത വുളു അത് മുറിയാതെ സൂക്ഷിച്ചാലും ഈ ഒരു പ്രതിഫലം കിട്ടുന്നതാണ്. ഇനി എന്തെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയെങ്കിൽ ആ സമയത്ത് വുളു മുറിയും. എങ്കിലും അവൻ വീണ്ടും ആ വുളു എടുക്കുന്നു എങ്കിൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്, അങ്ങനെയെങ്ങാനും ആ വുളുഓടുകൂടി അവൻ മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിൻ്റെ കൂലിയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി മൂന്നാമത്തെ പ്രതിഫലം, വുളു നിത്യമായി കൊണ്ടുപോകുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മലക്കുകൾ ഇവനോട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുമെന്നാണ്.
ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും മലക്കുകൾ. നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. മലക്കുകളെ കൂട്ടുകാരനാക്കി കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ. കാരണം മലക്കുകൾ കൂട്ടുകാരായി വന്നാൽ പിന്നെ ജീവിതം രക്ഷയാണ്. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ ഹബീബിന് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹായമുണ്ടായിരുന്നു. അതുപോലെ ബദർ യുദ്ധത്തിൽ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നു. എന്തേ? ആ മലക്കുകളൊക്കെ ഇവരുടെ കൂട്ടുകാരാണ്. അപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആരക്കും, നമ്മുടെ കൂട്ടുകാരനായി മാറും. ആര്? എപ്പോൾ? എങ്ങനെ? അവൻ നിത്യമായി വുളൂ ചെയ്താൽ, നിത്യമായി വുളൂ കൊണ്ടുപോയാൽ മലക്കുകൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് കൂട്ടുകൂടുമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ പ്രതിഫലം, നിത്യമായി വുളൂ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് അല്ലാഹു തആല നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇപ്പോൾ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിയുമ്പോൾ അവൻ ളുഹർ നിസ്കരിച്ചു, അവൻ അസർ നിസ്കരിച്ചു, ആ ഒരു പ്രതിഫലം അവിടെ ഫിക്സായി അവിടെ എഴുതി കഴിഞ്ഞു. പക്ഷേ ഈ വുളൂ നിത്യമായി കൊണ്ടുപോകുന്ന മനുഷ്യൻ അങ്ങനെയല്ല. അവനക്ക് എഴുതിയാലും അവൻ്റെ കൂലി തീരുന്നില്ല എന്നാണ്. ഇപ്പം നിസ്കാരത്തിൻ്റെ കൂലി അവിടെ എഴുതി കഴിഞ്ഞു. പക്ഷേ ഈ നിത്യമായി വുളൂ ഉള്ള ആളുകൾക്ക് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവൻ വുളൂയിലാണ്. വുളൂ മുറിഞ്ഞാലും വീണ്ടും നമ്മൾ വുളൂ എടുക്കുന്നു, അപ്പോഴും വുളൂയിലാണ്. ഇങ്ങനെ വുളൂയിലാണ് എന്നിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുമെന്നാണ്. തീർന്നില്ല. അവൻ്റെ ശരീരം വുളൂ എടുക്കുമ്പോൾ ഏതൊക്കെ ശരീരഭാഗങ്ങൾ, നമ്മുടെ മുഖം, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ ചെവി, നമ്മുടെ തല, ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വേണ്ടി തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വുളൂ നിത്യമാക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ്. നാലാമത്തെ പ്രതിഫലമാണ്. ഇനി അഞ്ചാമത്തേതോ, വയകൂനു ഫീ അമാനില്ലാ മാദാമ അലൽ വുളൂ നിത്യമാക്കുന്നവൻ അവൻ ഫീ അമാനില്ല, അള്ളാന്റെ സംരക്ഷണത്തിലാണ്. ഒരൊറ്റ മനുഷ്യനെയും പേടിക്കേണ്ട, ഒരൊറ്റ മഖ്ലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആറാമതായി മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ നിത്യമായി വുളൂ ഉള്ളവനാണെങ്കിൽ, വുളൂ നിത്യമാക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് അള്ളാഹു തആല അവനെ സംരക്ഷിക്കും. പിന്നെയോ അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട് അള്ളാഹു കാവൽ നൽകും. പിന്നെയോ അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജകൾ അവനിക്ക് അള്ളാഹു ഉയർത്തിക്കൊടുക്കും. മൂന്നാമത്തേത്, അവൻ്റെ ദംബുകൾ, ദുനൂബുകൾ, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാൽ 4 കൂലിയാണ് ഒരൊറ്റടിക്ക് കിട്ടുന്നത്. എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി? അവൻ വുളൂ മുറിഞ്ഞാൽ അവൻ വുളൂ വീണ്ടും എടുക്കുന്നു, നിത്യമായി വുളൂ കൊണ്ടുപോകുന്നവനാണ്. ഏഴാമത്തെ പ്രതിഫലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ 7 ആകാശവും കടന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് അള്ളാഹനെ കണ്ടു, സ്വർഗത്തെ കണ്ടു, നരകത്തെ കണ്ടു, സിറാത്ത് പാലം കണ്ടു, മീസാൻ എന്ന തുലാസ് കണ്ടു. എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നബി തങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. സ്വർഗത്തിൻ്റെ രസങ്ങളും സുഖങ്ങളും ഇങ്ങനെ കാണുകയാണ്. ആ സമയത്ത് സ്വർഗത്തിൽ ഒരു മനുഷ്യൻ നബിതങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ നടന്നു പോകുന്നു. നബിതങ്ങൾ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നിട്ട് അയാൾ വിശാലമായ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് സുന്ദരമായ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. നബിതങ്ങൾക്ക് മുഖം വ്യക്തമായില്ല, അത് ആരാണെന്ന് മനസ്സിലായില്ല. ചോദിച്ചു ജിബ്രീലിനോട്, ജിബ്രീലേ അതാരാണ് നടന്നു പോയത്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ ഹാദാ ബിലാൽ, അത് ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ ഇബ്നു റവാഹയാണ് പോയത്, ബിലാൽ തങ്ങളാണ് പോയത്. ബിലാലിന് ഇത്ര വലിയ പ്രതിഫലമോ? നബിതങ്ങൾ തിരിച്ചു വന്നു. മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞ്, ഇസ്രാഇന്റെ രാത്രി കഴിഞ്ഞ്, യാത്ര കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നബിതങ്ങൾ സ്വഹാബിമാരോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബിലാലുൽ മുഅദ്ദീൻ തങ്ങളെ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ബിലാലെ, എന്നേക്കാൾ മുന്നിലിങ്ങനെ നീ സ്വർഗത്തിൽ കടന്നു പോകുന്നതായി ഞാൻ കണ്ടിരുന്നു. നീ സ്വർഗത്തിൽ കടക്കാൻ എന്താണ് സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യുന്നത്? ആ സമയത്ത് ബിലാൽ മുഅദ്ദീൻ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ സ്പെഷ്യലായി ഒന്നും ചെയ്യാറില്ല. താങ്കളുടെ കൂടെ നിസ്കരിക്കുന്നു, ഞാൻ സുന്നത്ത് നോമ്പ് പിടിക്കുന്നു, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, അതല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. എന്നാലും ബിലാൽ, ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നീ നിത്യമായി ചെയ്യുന്നുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സമയത്ത് ബിലാൽ മുഅദ്ദീൻ തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ നിത്യമായി വുളു എടുക്കുന്നവനാണ്. നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല,
ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്തെല്ലാം ഞാൻ വുളു പോയാൽ വുളു എടുക്കുന്ന ആളാണ്, നിത്യമായി വുളു കൊണ്ടുപോകുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിലാൽ മുഅദ്ദിൻ തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതായിരിക്കാം, ഈ ഒരു കാരണമായിരിക്കാം നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്. അപ്പോൾ ഈ സ്ഥാനം നമുക്ക് കിട്ടാനും ഈ വുളു നിത്യമായി കൊണ്ടുപോവുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. എട്ടാമത്തേത്, ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ വുളുഓടുകൂടിയാണ്, വുളു എടുത്തിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അവൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരുമെന്നാണ്. ഒരു മലക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുവേ നിന്റെ ഇന്നാലിന്ന അടിമയാണിത്, ഇവൻ ഉറങ്ങാൻ പോവുകയാണ്, ഇവൻ വുളു എടുത്തിട്ടുണ്ട്, ഇവൻ എഴുന്നേൽക്കുന്നത് വരെ, ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ ഞാനിതാ ഇവനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആ മലക്ക് ദുആരക്കും. നമ്മൾ ചോദിക്കാത്ത നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ മലക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നമ്മൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല. അതാര് ചോദിക്കും? ഈ മലക്ക് ചോദിക്കും നമുക്ക് വേണ്ടി. എങ്ങനെയുള്ള ആളുകൾ? ഉറങ്ങുന്ന സമയത്ത് വുളുഓടുകൂടി കിടക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ്. അത് നമ്മളൊട്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. പല ആളുകളും ചോദിക്കും, ഉസ്താദെ ഈ ഉറങ്ങുന്ന സമയത്ത് വുളു എടുത്തിട്ട് കിടക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഏതായാലും ഉറങ്ങാൻ പോവില്ലേ, ഉറങ്ങുന്ന സമയത്ത് വുളു മുറിയും. അല്ലെങ്കിൽ പിന്നെ കിടക്കുമ്പോൾ ഞങ്ങൾ ഭാര്യയുമായിട്ടാണ് കിടക്കുക, അല്ലെങ്കിൽ ഭർത്താവുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊലി തമ്മിൽ സ്പർശിക്കുമ്പോൾ, തൊടുമ്പോൾ ഞങ്ങളുടെ വുളു മുറിയില്ലേ? അപ്പോൾ പിന്നെ വുളു എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് നമുക്ക് പടച്ചോനും അറിയാമല്ലോ, അള്ളാഹിൻ്റെ റസൂലിനും അറിയാം, എന്ത് ഉറക്കമെന്ന് പറഞ്ഞാൽ വുളു മുറിയുന്നൊരു കാര്യമാണ്. നമ്മൾ കിടന്നുറങ്ങുകയല്ലേ. മാത്രമല്ല വുളുവോടുകൂടി കിടക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം സ്പർശിക്കുമ്പോൾ, തൊടുമ്പോൾ ആ വുളു മുറിയും. അതൊക്കെ നമുക്ക് മുമ്പേ ആർക്കറിയാം? ഈ പറഞ്ഞു തന്ന പടച്ചോനും അറിയാം, അള്ളാഹിൻ്റെ റസൂലിനും അറിയാം. പിന്നെ പറയുന്നത്, ആ വുളു കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വുളു എടുക്കുന്നുണ്ടല്ലോ, ആ വുളു എടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെട്ടു. പിന്നെ വുളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, നിങ്ങൾ ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ, നമ്മൾ എന്തിനാ വുളു എടുക്കുന്നത്? ഉറങ്ങുന്നതിന് മുമ്പാണല്ലോ നമ്മൾ വുളു എടുക്കുന്നത്. നമ്മുടെ മനസ്സിലെന്താണ്? ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ സുന്നത്തായിട്ട് വുളു എടുക്കുകയാണ്. ഇതാണ് നിയ്യത്ത്. ആ നിയ്യത്തനുസരിച്ച് നമ്മൾ വുളു എടുക്കുന്നു, നമ്മൾ വന്ന് കിടക്കുന്ന സമയത്ത് വുളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ, നമ്മുടെ പ്രതിഫലം അവിടെ നമുക്ക് സ്പഷ്ടമായി ക്ലിപ്തമായി കിട്ടിക്കഴിഞ്ഞു. ഇനി ഒൻപതാമത്തേത്, ഒരു മനുഷ്യൻ വുളൂഇലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, വുളൂകാരിയായിട്ടാണ് ഒരു പെണ്ണ് ഒരാണ് മരിക്കുന്നതെങ്കിൽ, അവൻ്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഇവനോട് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ മലക്കുകളുടെ നേതാവാകുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമെന്നാൻ. ജിബ്രീൽ അങ്ങനെ എല്ലാവരുടെ അടുക്കലും വരൂല. ഈ വുളു നിത്യമായി കൊണ്ട് നടക്കുന്നവർ ആ വുളൂയിലായിട്ട് മരിക്കുന്ന സമയത്ത് ജിബ്രീൽ വന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയും. പേടിക്കണ്ട, നിങ്ങൾക്കൊക്കെ സ്വർഗമാണ്, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയുകയും നമ്മുടെ റൂഹിനെ VIP റൂഹാക്കി അല്ലാഹു തആലയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്നാണ്. അതായത് നല്ല രൂപത്തിൽ ആനയിച്ചു കൊണ്ടുപോകുമെന്നാണ്. മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം ഈ ഒരു റൂഹ്, അതായത് നിത്യമായി വുളു എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ റൂഹിനെ അല്ലാഹു തആല ആ ഒരു രൂപത്തിലായിരിക്കും, വലിയ പ്രൊട്ടക്ഷനോടുകൂടി, വലിയ സന്തോഷത്തോടു കൂടിയായിരിക്കും മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക. പത്താമത്തേത്, വുളൂഇലായി മരിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ ഈ മനുഷ്യൻ വരുന്നത് ഹുർറം മുഹജ്ജലീൻ. അതായത് ഹുർറം മുഹജ്ജലീൻ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്തവരായിട്ട്, അതായത് വുളൂഇൻ്റെ അവയവങ്ങൾ വെളുത്തവരായിട്ടാണ് ഇവർ ആഖിറത്തിൽ വരുന്നത്, വുളു നിത്യമായി കൊണ്ട് നടക്കുന്നവർ. നബി തങ്ങളുടെ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ്. അങ്ങനെ കോടാനുകോടി വരുന്ന മനുഷ്യർക്കിടയിൽ ഈ മുഖവും കൈയൊക്കെ വെളുത്ത ആളുകളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഇതെൻ്റെ ഉമ്മത്താണെന്ന്. അവരെ സ്പെഷ്യലായി ഞാൻ വിളിച്ച് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്ത് അവരാദ്യം സ്വർഗത്തിൽ കടത്തുമെന്നാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠത നമുക്കും കിട്ടണമെങ്കിൽ വുളു നിത്യമായി കൊണ്ടുപോവുക. ഇനി 11ാമത്തേതോ, 11ാമത്തെ പ്രതിഫലം വുളു നിത്യമായി കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്ന 11ാമത്തെ പ്രതിഫലവും അതുപോലെ വുളൂഇൻ്റെ അവയവങ്ങൾ കഴുകുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യവും നമുക്ക് ഒന്നിച്ച് പറയാം. ഇപ്പോൾ വുളൂഇൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം കഴുകുന്നു. അതുപോലെ തന്നെ വുളൂഇൻ്റെ അവയവത്തിൽ നിർബന്ധമായത്, വുളു എടുക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ കഴുകേണ്ട 4 അവയവങ്ങളാണ്. ഒന്ന് മുഖം, വാവ് ഒപ്പിക്കലൊക്കെ സുന്നത്താണ്. മൂക്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീറ്റുക അത് സുന്നത്താണ്.
നിർബന്ധമായത് മുഖം കഴുകുക, അതുപോലെ കൈ രണ്ടും കഴുകുക, മുട്ടുൾപ്പെടെ. തലയിൽ നിന്നും അല്പം തടവുക, ശഫീഈ മദ്ഹബുകാർ തലയിൽ നിന്നും അല്പം തടവുക. ചെവി തടവൽ സുന്നത്താണ്, തടകില്ലെങ്കിലും വുളു ശരിയാവും. പിന്നെ കാല് നെരിയാണി സഹിതം കഴുകുക. ഈ 4 അവയവങ്ങൾ കഴുകലാണ് വുളുഇൽ നിർബന്ധം. എന്തുകൊണ്ടാണ് ഈ 4 അവയവങ്ങൾ വുളു ചെയ്യുന്ന സമയത്ത് കഴുകൽ നിർബന്ധമായത്? അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതിൻ്റെ രഹസ്യം മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു തരുന്നു. അതായത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് അള്ളാഹ് പറഞ്ഞു, ആദം നബിയെ ആ കാണുന്ന വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. ബാക്കി എന്തും സ്വർഗത്തിൽ പറ്റും, പക്ഷെ ആ കാണുന്ന മരത്തിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല, അതിലുള്ള ആ കായ് കനികൾ താങ്കൾ പറിക്കാൻ പാടില്ല. ആ ഒരു ഓർഡർ കൊടുത്തു. പക്ഷേ ഇബ്ലീസ് വസ്വാസ് ഉണ്ടാക്കി, വലിയ ദുഷ്പ്രേരണയുണ്ടാക്കി ആദം നബി അങ്ങോട്ട് കൊണ്ടുപോയി. ആദം നബി അലൈഹി സ്വലാം നടന്ന് ആ വൃക്ഷത്തിൻ്റെ താഴേക്ക്, വൃക്ഷത്തിൻ്റെ താഴ്ഭാഗത്ത് ചെന്നു. അപ്പോൾ ആ വൃക്ഷത്തിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ 2 കണ്ണുകൾ കൊണ്ടിങ്ങനെ മൊത്തം നോക്കി എന്നാണ്. ആ വൃക്ഷത്തെ മുഴുവൻ ഇങ്ങനെ നോക്കി, ആ വൃക്ഷത്തെ നോക്കി. മാത്രമല്ല ആ കൈകൾ കൊണ്ട് ആ വൃക്ഷത്തിലുള്ള, ആ മരത്തിലുള്ള പഴം ഇങ്ങനെ പറിച്ചു. പിന്നെയോ ആ വൃക്ഷത്തിൻ്റെ തണലിൽ കുറച്ചു നേരം നിന്നു. പിന്നെയോ ആ വൃക്ഷത്തിലേക്ക്, ആ മരത്തിൻ്റെ അടുക്കലേക്ക് മഹാനവറുകൾ നടന്നു. അപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയത് കാരണത്താൽ മുഖം കഴുകേണ്ടതാണ്. കൈകൾ കൊണ്ട് ആ ഫലം പറിച്ച കാരണത്താൽ, ആ പഴം പറിച്ച കാരണത്താൽ കൈകൾ കഴുകൽ നിർബന്ധമായി. ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചത് കാരണത്താൽ, ആ തണലിൽ നിന്ന കാരണത്താൽ തല തടവലും നിർബന്ധമായി. ആ മരത്തിലേക്ക് നടന്ന കാരണത്താൽ, കാലുകൾ കൊണ്ട് നടന്നതുകൊണ്ട്, കാലുകൾ കൊണ്ട് നടന്നു, ആ കാരണത്താൽ കാലുകൾ കഴുകലും നിർബന്ധമായി. അപ്പോൾ ഈ 4 അവയവങ്ങളും കഴുകൽ നിർബന്ധമാവാനുള്ള കാരണമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, ആദം നബിയെ താങ്കൾ ചെയ്തത് വലിയൊരു തെറ്റാണ്, വലിയൊരു പിഴവാണ്. ആ പിഴവിൽ നിന്നും താങ്കൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ വുളൂ എടുക്കണം. ആദം നബിയോട് അള്ളാഹു അന്ന് പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, അള്ളാഹു തആല ആദം നബിയുടെ പാപങ്ങൾ പുറത്തു കൊടുത്തത് ആ വുളൂയിലൂടെയാണ്. എന്നതുപോലെ എൻ്റെ ഉമ്മത്തീങ്ങൾ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഈ 4 അവയവങ്ങൾ, ആ 4 അവയവങ്ങളാണ് അവർ ഈ ദുന്യാവിൽ വുളു എടുക്കുമ്പോൾ കഴുകൽ നിർബന്ധമായിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും വുളു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നവരാണ്. അപ്പോൾ നിസ്കാരത്തിന് ശേഷവും ആ വുളു പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി എന്തെങ്കിലും നമുക്ക് വുളു മുറിയുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലം പോലെ, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം, അല്ലെങ്കിൽ ഭാര്യയെ തൊട്ടു, ഭർത്താവിനെ തൊട്ടു, അങ്ങനെ വുളു മുറിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ വുളു എടുക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ്. പിന്നെ മെൻസസ് ആയ ഉമ്മമാരെ, ഞങ്ങൾ വുളു എടുക്കേണ്ട കാര്യമുണ്ടോ ഉസ്താദെ? ഞങ്ങൾക്ക് ഏതായാലും നിസ്കാരം ഇല്ലല്ലോ, ഞങ്ങളേതായാലും ഖുർആൻ ഓതുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ വുളു എടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വുളു എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് വുളു നിർബന്ധമാകുന്ന ഒരു പ്രവൃത്തിയും അവിടെ ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നിങ്ങൾക്ക് നിർബന്ധമായി വുളു എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയില്ല. മെൻസസ് ഉള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരം ഹറാമാണ്. അതുപോലെ നോമ്പ് പിടിക്കാൻ പാടില്ല, തൊവാഫ് ചെയ്യാൻ പാടില്ല, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞു തരുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുദ്ധിയുള്ള സമയമുണ്ടല്ലോ, ഒരു മാസത്തിൽ ശുദ്ധിയുള്ള നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ പരമാവധി വുളുവൊക്കെ ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു പ്രതിഫലം, നിത്യമായി വുളു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള സമയത്ത് പരമാവധി നമ്മൾ, നിങ്ങൾക്ക് മെൻസസ് ഇല്ലാത്ത സമയത്ത് പരമാവധി വുളു ഉള്ളവരായിരിക്കുക. അതാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുളു എടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതുപോലെ തന്നെ വുളു എടുത്താൽ കിട്ടുന്ന 11ഓളം അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങൾ, അതിൻ്റെ കൂലികൾ, വുളു നിത്യമാക്കിയാലുള്ള ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു. അല്ലാഹു തആല ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.